സ്വർഗീയ സൗരഭ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആകാശവിതാനത്തേക്ക് ഉയർന്നു പൊങ്ങുന്ന ഈ മനുഷ്യൻ ആരാണ്? അത് മറ്റാരുമല്ല, ഹെനോക്ക്. ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തോടൊപ്പം ചരിക്കുകയും ദൈവ അധരങ്ങളിൽ നിന്ന് ശ്രവിക്കുകയും ദൈവത്തോടൊപ്പം വ്യാപരിക്കുകയും ചെയ്തവൻ. അത്ഭുതങ്ങളുടെ മനുഷ്യൻ, സ്വർഗവും സ്വർഗാതിസ്വർഗവും നിരന്തരം സന്ദർശിച്ചിരുന്നവൻ. അവൻ്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരുന്നില്ല. ദൈവിക രഹസ്യങ്ങളുടെ കലവറ ദൈവം അവൻ്റെ മുൻപിൽ തുറന്നുവെച്ചു. മാലാഹമാർക്ക് മധ്യസ്ഥനായവൻ, അധപ്പതിച്ച മാലാഹമാരുടെ ദുഃഖത്തിന് ആശ്വാസമായവൻ. ദൈവം അവനോട് തൻ്റെ സൃഷ്ടിരഹസ്യങ്ങൾ എല്ലാം വെളിപ്പെടുത്തി. എല്ലാ അറിവുകളും പകർന്നു നൽകി. ന്യായവിധിയും അന്ത്യവിധിയും അവന് വെളിപ്പെടുത്തി നൽകി. സൃഷ്ടപ്രപഞ്ചം മുഴുവനും അവൻ്റെ കാഴ്ചയ്ക്കുള്ളിലായിരുന്നു. സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും അവൻ അറിയാത്തവ ചുരുക്കം മാത്രം. മരിക്കാത്തവൻ, മരണമറിയാത്തവൻ. തൻ്റെ പക്കലേക്ക് ദൈവം അവനെ എടുത്തു. ഹെനോക്ക് ദൈവത്തിൻ്റെ പ്രിയതമൻ. അവനെക്കുറിച്ച് നമ്മൾ കാണാൻ പോകുന്നു. ആദത്തിൻ്റെ 7ാം തലമുറയിലെ പുത്രനാണ് ഹെനോക്ക്, യാരദിൻ്റെ പുത്രൻ. യാരദ് മഹലേലിൻ്റെയും, മഹലേൽ കെയ്നാൻ്റെയും, കെയ്നാൻ ഏനോഷിൻ്റെയും, ഏനോഷ് സേത്തിൻ്റെയും, സേത്ത് ആദത്തിൻ്റെയും, ആദം ദൈവത്തിൻ്റെയും പുത്രനായിരുന്നു. നോഹിൻ്റെ മുതുമുത്തച്ഛനാണ് ഹെനോക്ക്. ഹെനോക്കിൻ്റെ പുത്രനായ മെത്തുശലഹിൻ്റെ പുത്രൻ ലാമക്കിൻ്റെ പുത്രനാണ് നോഹ. ഹെനോക്കിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുരാതന മതഗ്രന്ഥമാണ് ഹെനോക്കിൻ്റെ പുസ്തകം. ഇതേ പേരിൽ മറ്റു 2 ഗ്രന്ഥങ്ങളും അറിയപ്പെടുന്നുണ്ട്. ഇവ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടി ഹെനോക്കിൻ്റെ 1-ാം പുസ്തകം, 2-ാം പുസ്തകം, 3-ാം പുസ്തകം എന്ന് അറിയപ്പെടുന്നു. ബേദ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന എത്യോപ്യ യഹൂദരും എത്യോപ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭയും ഹെനോക്ക് 1-ാം പുസ്തകത്തെ ബൈബിളിൻ്റെ ഭാഗമായി അംഗീകരിച്ചിരിക്കുന്നു. യാരദിന് 162 വയസ്സുള്ളപ്പോൾ ഹെനോക്ക് ജനിച്ചു. ഹെനോക്കിനെ ഈനോക്ക് എന്നും അറിയപ്പെടുന്നു. ആദം മുതൽ നോഹ വരെയുള്ള തലമുറയിൽ ഏറ്റവും ആയുസ് കുറവ് ഹെനോക്കിനാണെന്ന് കാണാം. അവൻ മരണമറിയാതെ ദൈവത്താൽ എടുക്കപ്പെട്ടു. അവൻ്റെ ഭൂമിവാസം 365 വർഷമാണ്. ഹെനോക്കിൻ്റെ 1-ാം പുസ്തകത്തിൽ പതിതമാലാഹമാരെക്കുറിച്ചും നെഫിലീമുകളെക്കുറിച്ചും ദൈവവുമായുള്ള ഹെനോക്കിൻ്റെ ബന്ധം, അവൻ്റെ സ്വർഗീയ യാത്രകൾ എന്നിവ വിവരിച്ചിരിക്കുന്നു. പതിതമാലാഹമാരെയും നെഫിലീമുകളെയും പറ്റിയുള്ള പരാമർശം ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യർ ഭൂമുഖത്ത് പെരുകുകയും അവർക്ക് പുത്രീപുത്രന്മാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യരുടെ പുത്രിമാർ സുന്ദരിമാരാണെന്ന് ദൈവത്തിൻ്റെ പുത്രന്മാർ കണ്ടു. ഇഷ്ടമുള്ളവരെ അവർ ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ചൈതന്യം എല്ലാ കാലവും മനുഷ്യനിൽ വസിക്കുകയില്ല, കാരണം അയാൾ ജഡമത്രേ. അയാളുടെ ആയുഷ്കാലം 120 വത്സരമായിരിക്കും. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുമായി സംഗമിക്കുകയും അവർക്ക് കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ അക്കാലത്തും അതിനുശേഷവും ഭൂമിയിൽ നെഫിലീമുകൾ, അതായത് അതികായന്മാർ ഉണ്ടായി. ഇവരാണ് പുരാതന കാലത്തെ പ്രശസ്തരായ മല്ലന്മാർ. ഹിന്ദു പുരാണങ്ങളിൽ ഇതിന് സമാനമായ കഥകൾ നമുക്ക് കാണാൻ കഴിയും. ദേവഗണത്തിലെ ഗന്ധർവന്മാർ എന്നറിയപ്പെടുന്ന ഒരു ഗണം സുന്ദരികളായ മനുഷ്യ സ്ത്രീകളെ ആകർഷിക്കുകയും വശീകരിക്കുകയും രാത്രികാലങ്ങളിൽ അവരെ നിരന്തരം സന്ദർശിക്കുകയും പ്രാപിക്കുകയും ചെയ്യുമെന്നും ഹിന്ദു പുരാണങ്ങളിൽ കാണുവാൻ കഴിയും. ഈ വിശ്വാസം ഹിന്ദു പാരമ്പര്യങ്ങളിൽ ധാരാളമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗന്ധർവ സന്ദർശനം കാത്തിരിക്കുന്ന സ്ത്രീകളെയും ഗന്ധർവന്മാരുമായി സംസർഗം പ്രാപിച്ച സ്ത്രീകളെ പറ്റിയും ധാരാളം കഥകൾ നിലനിൽക്കുന്നുണ്ട്. ഈ കഥകളിൽ പ്രധാനമായും സ്ത്രീ സംസർഗം പ്രാപിച്ച ഗന്ധർവന്മാരെ കുറിച്ച് പറയുന്നത്, സ്ത്രീകളുമായുള്ള സംസർഗം പ്രാപിച്ച ഗന്ധർവർ സ്വർഗം നഷ്ടപ്പെടുകയും വീണ്ടും സ്വർഗപ്രവേശനം അവർക്ക് അസാധ്യമായി മാറുകയും ചെയ്തുവെന്നും അവർ ഭൂതഗണങ്ങളായി അധപ്പതിച്ചുവെന്നും ഹിന്ദു പുരാണങ്ങളിൽ കാണാം. ബൈബിളിൽ പ്രതിപാദിക്കുന്ന പതിതമാലാഹമാരുടെ അതേ അവസ്ഥയാണ്
ഹിന്ദു പുരാണങ്ങളിലെ ഗന്ധർവന്മാർക്കും. സ്ത്രീയെ മോഹിച്ച് ഭൂമിയിലേക്ക് വന്ന ഇവർക്ക് സ്വർഗം നഷ്ടപ്പെട്ടു. ഹെനോക്കിന്റെ 1-ാം പുസ്തകത്തിലെ ആദ്യ ഭാഗത്തെ കാവൽക്കാരുടെ പുസ്തകം എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന നെഫിലീമുകളെയും അവരുടെ ജനനത്തിന് കാരണമായ മാലാഹമാരുടെ പതനത്തിന്റെ കഥയാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അവശേഷിക്കുന്ന 4 ഖണ്ഡങ്ങൾ യാത്രകളിലും ദർശനങ്ങളിലും സ്വപ്നങ്ങളിലുമായി ഹെനോക്കിന് ലഭിച്ച സ്വർഗീയ അനുഭവങ്ങളുടെ വിവരണവും വെളിപാടുകളുമാണ്. ഹെനോക്കിന്റെ 1-ാം പുസ്തകത്തിൽ 5 ഭാഗങ്ങളുണ്ടെന്ന് കാണാൻ കഴിയുന്നു. കാവൽക്കാരുടെ പുസ്തകം, അന്യാപദേശങ്ങളുടെ പുസ്തകം, ജ്യോതിശാസ്ത്രം, ദർശനങ്ങളുടെ പുസ്തകം, ഹെനോക്കിന്റെ കത്ത്. കാവൽക്കാരുടെ പുസ്തകം തുടങ്ങുന്നത് ദൈവം കണ്ണു തുറന്നു കൊടുത്ത നീതിമാനായ ഒരു മനുഷ്യനായി ഹെനോക്കിനെ വിവരിച്ചുകൊണ്ടാണ്. മാലാഹ വൃന്ദത്തിന്റെ അകമ്പടിയോടെ വരുന്ന ദൈവത്തെയും പ്രപഞ്ചത്തിന്റെ മേലുള്ള ദൈവിക ഭരണത്തിന്റെ മഹത്വം, ദൈവിക നീതിയുടെ സ്വഭാവവും തുടക്കത്തിൽ വർണ്ണിക്കുന്നു. മാലാഹമാരിൽ ഒരു വിഭാഗത്തിന്റെ കലാപത്തിന്റെ കഥയാണ് പിന്നെ. കലാപകാരികളിൽ 200 മാലാഹമാർ ഹെർമോൺ മല വഴി ഭൂമിയിൽ ഇറങ്ങിയെന്നും 10 വീതം ഗണമായിട്ടുള്ള 20 ഗണം മാലാഹമാർ, അവർ 200 പേർ ഭൂമിയിലേക്ക് വന്നുവെന്നും മാലാഹമാരുടെ 20 നേതാക്കളുടെ പേരുകളും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ 200 പേരുടെയും നേതാവ് സെമ്യാസ എന്ന മാലാഹയായിരുന്നു. ഈ വിമത മാലാഹമാർ മനുഷ്യർക്ക് പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിന് മുൻകൈ എടുത്തത് അസായേൽ എന്ന പതിത മാലാഹയാണ്. ലോഹപ്പണിയും ആയുധ നിർമ്മാണവും രത്നക്കല്ലുകളുടെ ശാസ്ത്രവും ജ്യോതിശാസ്ത്രവും മന്ത്രവാദവും എല്ലാത്തരം ദൈവനിഷേധവും അവർ മനുഷ്യരെ പരിശീലിപ്പിക്കുന്നു. പതിത മാലാഹമാർ സുന്ദരികളായ മനുഷ്യ സ്ത്രീകളെ പ്രാപിച്ചപ്പോൾ പിറന്ന മക്കളാണ് നെഫിലീമുകൾ. അവർ ഭീമാകാരന്മാരും ക്രൂരന്മാരുമായിരുന്നു. ഇവരുടെ ജനനം ആദ്യമെല്ലാം മനുഷ്യർക്ക് കൗതുകമായിരുന്നു. വളരെ ഭക്ഷണപ്രിയരും അധികായന്മാരുമായിരുന്നു ഇവർ. ഭൂമിയിലെ ഭക്ഷണമെല്ലാം ഇവർ കഴിച്ചു തീർത്തു. ഭക്ഷണം തികയാതെ വന്നപ്പോൾ മനുഷ്യരെ തന്നെ തിന്നൊടുക്കുവാൻ തുടങ്ങി. ഈ അവസ്ഥ കണ്ട ദൈവത്തിന്റെ വിശ്വസ്തരായ മിഖായേൽ, ഊറിയേൽ, ഗബ്രിയേൽ എന്നീ മാലാഹമാർ ദുഷ്ടരായ ഭൂവാസികളെയും പതിത മാലാഹമാരെയും ശിക്ഷിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവം വരുവാനിരിക്കുന്ന പ്രളയത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയും പ്രളയശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹെനോക്കിന്റെ പേരക്കിടാവ് ലാമക്കിന്റെ പുത്രനും നീതിമാനുമായ നോഹയ്ക്ക് ദൈവം ഊറിയേൽ എന്ന ദൈവദൂതൻ വഴി മുന്നറിയിപ്പ് കൊടുക്കുന്നതും ഇവിടെ വിവരിക്കുന്നു. രഹസ്യജ്ഞാനം വഴി മനുഷ്യരെ ദുഷിപ്പിച്ചവരിൽ പ്രമുഖനായ അസായേൽ എന്ന പതിത മാലാഹയെ കൈകാൽ ബന്ധിച്ച് അന്ധകാരത്തിലിടാനും അയാളിൽ നിന്നും പഠിച്ച രഹസ്യജ്ഞാനം മൂലം ഉണ്ടായ ദുഷ്ടതകളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനുമായി ദൈവം റഫായേൽ എന്ന ദൂതനെ നിയോഗിക്കുന്നു. ദൈവനിയുക്തനായ ഗബ്രിയേൽ എന്ന ദൂതൻ വിമത മാലാഹമാരെയും ഭൂമിയിൽ അവർക്ക് പിറന്ന മക്കളായ നെഫിലീമുകളെയും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിച്ചു. ഒടുവിൽ വിമത മാലാഹമാരെയും അവരുടെ നേതാവായിരുന്ന സെമ്യാസായെയും ദൈവദൂതനായ മിഖായേൽ ബന്ധനസ്ഥരാക്കുന്നു. അങ്ങനെ എല്ലാ പതിത മാലാഹമാരെയും ദൈവമാലാഹമാരാൽ ബന്ധിക്കുന്നു. ഹെനോക്കിന്റെ 2-ാം പുസ്തകമായ അന്യോപദേശങ്ങളിൽ ദൈവത്തിന്റെ നീതിവിധിയുടെ ചിത്രീകരണമാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പതിത മാലാഹമാരെ പോലെ ഭൂമിയിലെ ദുഷ്ടരാജാക്കന്മാരും വിധിക്കപ്പെടുന്നു. യുഗാന്ത്യത്തിലെ വിധിയാളനെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ഇതിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. മനുഷ്യപുത്രൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, മിശിഹ എന്നൊക്കെ വിധിയാളനായി വരാനിരിക്കുന്നവനെ വിശേഷിപ്പിക്കുന്നു. അന്തിമ വിധിക്കായി മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ വിധിയാളനെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നവനായും ഈ ഗ്രന്ഥം ചിത്രീകരിക്കുന്നുണ്ട്. 3-ാം പുസ്തകമായ ജ്യോതിശാസ്ത്ര പുസ്തകത്തിൽ ആകാശവിധാനത്തിന്റെയും ആകാശഗോളങ്ങളുടെയും ചലനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ, ഊറിയേൽ എന്ന ദൈവദൂതനോടൊപ്പം സ്വർഗത്തിലേക്കുള്ള യാത്ര, ഈ യാത്രയിൽ ഹെനോക്കിന് വെളിപ്പെട്ട് കിട്ടിയ സൗരപഞ്ചാംഗം,
എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഹെനോക്കിന് വെളിപ്പെട്ട് കിട്ടിയ പഞ്ചാംഗത്തിൽ 364 ദിവസമാണ് ഒരു വർഷമായി വിവരിച്ചിരിക്കുന്നത്. 91 ദിവസങ്ങൾ വീതമുള്ള 4 ഋതുക്കളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ഋതുവിനും 30 ദിവസം വീതമുള്ള 3 മാസങ്ങളും 3-ാം മാസത്തിനൊടുവിൽ ഒന്നിലും പെടാതിരുന്ന ഒരു അധിക ദിവസവും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ വർഷവും 52 ആഴ്ചകൾ. എല്ലാ വർഷവും മാസങ്ങളിലെ തീയതികളുടെ ആഴ്ച ദിവസം ഒന്നു തന്നെയായിരുന്നു. അതായത് ജനുവരി മാസം 1-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ എല്ലാ വർഷവും ജനുവരി മാസം 1-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും. ഫെബ്രുവരി മാസം 10-ാം തീയതി ശനിയാഴ്ചയാണെങ്കിൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസം 10-ാം തീയതി ശനിയാഴ്ചയായിരിക്കും. അതിനാൽ ആണ്ടുപിറപ്പ് എപ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ 4-ാം ദിവസമായ ബുധനാഴ്ചയായിരുന്നു. ദൈവം ആകാശ ജ്യോതിസുകളെയും ഋതുക്കളെയും ദിവസവും വർഷങ്ങളും സൃഷ്ടിച്ച ദിവസമാണ് ഈ 4-ാം ദിവസം. അതിനാൽ ആണ്ടുപിറവി എല്ലാ വർഷവും ബുധനാഴ്ചയായി ചിത്രീകരിച്ചിരിക്കുന്നു. 4-ാം പുസ്തകം ദർശനങ്ങളുടെ പുസ്തകമാണ്. ഹെനോക്കിനുണ്ടായ ദർശനങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ആദ്യ ദർശനം നോഹിന്റെ കാലത്തെ മഹാപ്രളയത്തെ സംബന്ധിച്ചാണ്. 2-ാം ദർശനത്തിൽ മിശിഹായുടെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതുവരെയുള്ള ഇസ്രായേലിന്റെ ചരിത്രമാണ്. 2-ാം ദർശനത്തിലെ വിവരണം പ്രതീകാത്മകമാണ്. അതിൽ മനുഷ്യരെ പ്രതിനിധീകരിച്ച് മൃഗങ്ങളും മാലാഹമാരെ പ്രതിനിധീകരിച്ച് മനുഷ്യനും പ്രത്യക്ഷപ്പെടുന്നു. 5-ാമതായി ഹെനോക്കിന്റെ ലേഖനങ്ങളാണ്. ഹെനോക്കിന്റെ ലേഖനങ്ങളെ 5 ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നത് കാണാം. അവ ഇങ്ങനെയാണ്. 1 ആഴ്ചകളെ സംബന്ധിച്ച വെളിപാടാണ്. ലോക ചരിത്രത്തെ ആഴ്ചകളെന്ന് വിളിക്കപ്പെടുന്ന 10 യുഗങ്ങളായി തിരിച്ച് വർണ്ണിക്കുകയാണ് ഈ വെളിപാടിൽ. 10 ആഴ്ചകളിൽ 7 കഴിഞ്ഞുപോയ കാലത്തെയും 3 വരുവാനിരിക്കുന്ന വിധിയുടെ നാളുകളെയും സൂചിപ്പിക്കുന്നു. 2-ാമതായി ധർമ്മോപദേശമാണ്. മകൻ മെതുശലേക്കിന് ഹെനോക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് ഈ ലഘുഖണ്ഡത്തിൽ. 3-ാമതായി സന്ദേശങ്ങളാണ്. ഹെനോക്കിന്റെ പുസ്തകം അവസാന ഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഉപഖണ്ഡം ഇതാണ്. ദൈവീക ജ്ഞാനവും നീതിമാന്മാരെ കാത്തിരിക്കുന്ന സമ്മാനവും ദുഷ്ടർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയും നീതിയുടെയും അനീതിയുടെയും വ്യതിരിക്ത മാർഗങ്ങളും എല്ലാം ഈ ഉപഖണ്ഡത്തിന്റെ ആദ്യ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. തുടർന്ന് ദുഷ്ടന്മാരുടെ ശിക്ഷയെക്കുറിച്ചുള്ള 6 അരുളപ്പാടുകളും അവർക്കെതിരായി സാക്ഷ്യം പറയാൻ സൃഷ്ടപ്രപഞ്ചത്തോട് മുഴുവനുമായുള്ള ആഹ്വാനവുമാണ്. 4-ാമതായി നോഹയുടെ ജനനമാണ്. നോഹയുടെ ജനനം എങ്ങനെ സംഭവിച്ചുവെന്ന് 4-ാം ഖണ്ഡത്തിൽ വിവരിക്കുന്നു. 5-ാമതായി സമാപനം. വെളിച്ചത്തിന്റെ മക്കളായ നീതിമാന്മാരും ഇരുട്ടിന് വിധിക്കപ്പെട്ടിരിക്കുന്ന പാപികളും തമ്മിലുള്ള വൈരുദ്ധ്യത്തിന് ഇത് ഊന്നൽ കൊടുക്കുന്നു. എത്യോപ്യൻ യഹൂദരും എത്യോപ്യൻ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ഹെനോക്കാണ് ആദ്യമായി അക്ഷരങ്ങൾ എഴുതിയതെന്നും മനുഷ്യരുടെ ഏതെങ്കിലും ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ വാക്യം ഈനോക്കിന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിലെ വാക്യങ്ങളാണെന്നുമാണ്. അത് ഇപ്രകാരമാണ്: ഖോല ബറാക്കത്ത് സഹെനോക്ക് സകാമ ബറാക്ക ഹിറുയാന വ സത്ഖാന ഇല ഹല ഇഖുനു ബൈലാന മിന്ദാബെ ലസാസ്ലോ കിലു ഇക്കുയാൻ വ റസിയാൻ. അതായത് എല്ലാ അധർമ്മികളെയും വഞ്ചകരെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉണ്ടാകുവാനിരിക്കുന്ന ദുരിതങ്ങളുടെ ദിനത്തിൽ ജീവനോടെ ഇരിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട നീതിമാന്മാരെ ആശീർവദിക്കാൻ ഹെനോക്ക് ഉപയോഗിച്ച അനുഗ്രഹവചസ്സുകൾ.